നെല്ലിന്റെ സംഭരണ തുക വർദ്ധിപ്പിച്ചെങ്കിലും നെൽകർഷകരുടെ ആശങ്ക തീർന്നിട്ടില്ല എന്നതാണ് വസ്തുത. മില്ലുടമകൾ സർക്കാർ നിർദ്ദേശം തള്ളിയതോടെ നെല്ല് സംഭരണം അനിശ്ചിതാവസ്ഥയിലായി. പ്രശ്നപരിഹാരം ഉണ്ടാകാതെ വരുമ്പോൾ ദുരിതമാർക്കാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു വിഭാഗം കർഷകർ. കൊയ്തെടുത്ത നെല്ല് കൂട്ടിയിട്ട് കാവലിരിക്കുകയാണ് ആ പാവം കർഷകർ. തുലാമഴ നനഞ്ഞ് നെല്ല് കിളിർക്കുമ്പോൾ അവരുടെ നെഞ്ച് പിടയുകയാണ്. നെൽ കർഷകരുടെ കണ്ണീർ പാടത്ത് വീഴാതെ ഒരു വിളവെടുപ്പ് കാലവും കടന്നു പോകില്ലെന്ന അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്ത്. എത്ര നാൾ പാടത്തും പുരയിലുമായി നെല്ലിങ്ങനെ കിടക്കണം? വായ്പയെടുത്ത് കൃഷി ചെയ്തവർക്ക് എന്താണ് പരിഹാരമാർഗം? സംഭരണത്തിൽ തീരുമാനമാകേണ്ടേ? ഇതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. കുട്ടനാട്ടിൽ നിന്ന് ശരത് എസ്.എസും പാലക്കാട് നിന്ന് ഇക്ബാൽ അറക്കലുമാണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ആദ്യം ശരത്തിലേക്ക്. ശരത് എസ്.എസ്, കുട്ടനാട്ടിലെ കർഷകന്റെ കണ്ണീർ ഇങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുന്നു. അവർക്ക് ആ ദുരിതം നമ്മളുമായി പങ്കുവെക്കേണ്ടിയും വരികയാണ്. ഇപ്പോൾ 30 രൂപയിലേക്ക് ഉയർത്തിയെന്ന് പറയുമ്പോൾ കൂടിയത് 3-4 രൂപയാണ്. പക്ഷേ ഈ സംഭരണത്തിൽ വരുന്ന അപാകതകൾ അത് അവർക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു വസ്തുത എന്തുകൊണ്ട് കാണുന്നില്ല? ഇത്തവണയും കണ്ണീർ വീഴുകയാണോ നെൽപ്പാടങ്ങളിൽ? സുജയ, അതായത് എന്ന് തീരും ഈ അനിശ്ചിതാവസ്ഥ അല്ലെങ്കിൽ ഈ പ്രതിസന്ധി എന്നുള്ളതാണ് കർഷകർ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെയോ പ്രശ്നമല്ല, കാലങ്ങളായി നെൽകർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് നെല്ല് സംഭരണം. പലപ്പോഴും നെല്ല് സംഭരണം നടക്കുന്നത് അധിക കിഴിവ്, അതായത് 1 കിൻഡൽ നെല്ല് സംഭരിക്കണമെങ്കിൽ 15-20 കിലോ വരെ ഇത്തരത്തിൽ അധികമായി നൽകേണ്ടി വരും. അങ്ങനെ അധിക കിഴിവ് നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതിനും കർഷകർ തയ്യാറാണ്. പക്ഷേ അപ്പോഴും അതിലും കൂടുതൽ കിഴിവ് ചോദിക്കാനും ഒപ്പം സംഭരിക്കുന്ന ഇല്ല എന്ന നിലപാടിലേക്ക് മില്ലുടമകൾ മാറുന്നതുമൊക്കെ വലിയ പ്രതിസന്ധി കർഷകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കുന്നു. ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും ഈ 10 ദിവസത്തിലധികമായി നെല്ലിങ്ങനെ കൊയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ വേനൽ മഴ അടക്കമുള്ള കാലമാണ്. ഈ മഴ പെയ്താൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം നെല്ല് ഉപകാരപ്പെടാതെ അവർക്ക് നഷ്ടത്തിലേക്ക് എത്തും. പലയിടങ്ങളിലും നെല്ല് ശരത്ത്, രണ്ടാം കൃഷി ഇറക്കിയവരുടെ ഒരു ആശങ്ക അത് കേന്ദ്രത്തെ പഴിചാരിയാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. പക്ഷേ ഈ കിടക്കുന്ന നെല്ലെന്ത് ചെയ്യും? അതാണ് പരസ്പരം പഴിചാരുന്നു എന്നതിനപ്പുറം നെൽകർഷകരുടെ ദുരിതം അതെങ്ങനെ പരിഹരിക്കും, അതിനൊരു അടിയന്തര പരിഹാരത്തിലേക്ക് എത്താൻ എന്ന് സാധിക്കുമെന്നുള്ളതാണ് കർഷകർ ഇപ്പോഴും ചോദിക്കുന്നത്. നമുക്കൊപ്പം നെൽകർഷകർ കൂടി ചേരുന്നുണ്ട്. ഇപ്പോഴും നെല്ല് സംഭരണം അത് എത്തിയിട്ടില്ല. നെല്ല് സംരക്ഷണം, നെല്ല് സംഭരിക്കുന്നത് ഉടനെ നടപടി ആയില്ലെന്നുണ്ടെങ്കിൽ നെൽകർഷക സംരക്ഷണ സമിതിയുടെ ബാനറിൽ ഞങ്ങൾ തിങ്കളാഴ്ച സമരം എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും ഇങ്ങനെ കർഷകരെ അവഗണിക്കുകയാണെങ്കിൽ വലിയൊരു സമരത്തിലേക്ക് പോവുകയാണ്. നെല്ല് 1-ാം ക്ലാസ് നെല്ലാണ്. നെല്ല് നല്ലതാണ്. മില്ലുകാർ ഇവിടെ വന്നിട്ടില്ല, മില്ലുകാർ അലോട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇവിടെ പുച്ചം വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരെ അലോട്ട് ചെയ്തിട്ട് വരുന്നതല്ല, അവർ വന്ന് നമ്മളെ ചൂഷണം ചെയ്ത് 20 കിലോ തരുമോ 15 കിലോ തരുമോ അങ്ങനെ ചോദിച്ചുകൊണ്ട് പോകുന്ന, അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയിലേക്ക് വന്നിട്ടില്ല. മില്ലുകാരുമായിട്ട് കോംപ്രമൈസ് എത്തി അവർ നെല്ലെടുക്കാനുള്ള മില്ല് അലോട്ട് ചെയ്തിട്ടില്ല, ഇന്നുവരെ ആയിട്ടില്ല. മില്ലുകാർ പറയുന്നത് അവർക്ക് ഔട്ടർ റേഷ്യോ 64 ആക്കി കുറയ്ക്കണമെന്നുള്ളതാണ്. 68 ഇന്നർ റേഷ്യോ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ എടുത്തുകൊണ്ട് പോയിരിക്കുന്ന രീതിയിൽ നെല്ലെടുത്തുകൊണ്ട് പോകണം, കർഷകരെ സംരക്ഷിക്കണം. അതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ഇപ്പൊ ഇവർ എത്ര ദിവസമായിക്കോട്ടെ, ഇത് ഈ പാർട്ടിന്റെ പ്രസിഡന്റാണ് ഇദ്ദേഹം. ചേട്ടാ, എന്താണ് ഇപ്പൊ ഈ പ്രതിസന്ധി എന്ന് തീരുമെന്ന് അറിയാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് എത്രയും വേഗം ഈ നെല്ലെടുക്കണം. 10-12 ദിവസമായി ഈ കഷ്ടപ്പാടുകളാണ്. ദിവസം ഉണക്കുക, വാരുക, ഇങ്ങനെ കൂട്ടുകയൊക്കെ ചെയ്യുന്ന എന്ത് കഷ്ടപ്പാടാണ്. ഒന്നാമത് പ്രായമായ ആൾക്കാർ ഞങ്ങൾ 8 കൊല്ലാക്കൊല ചെയ്തു. എത്രയും വേഗം ഈ നെല്ല് എടുക്കാനുള്ള നടപടി ഉണ്ടാവണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, എത്രയും വേഗം. ഈ പറയുന്ന പോലെ കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. അവർ സമരത്തിലേക്ക് അടക്കം കടക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നെൽകർഷകർ സംരക്ഷണ സമിതിയുടെ തന്നെ ആളുകൾ പറയുന്നത്. കാരണം ഇത് ദീർഘനാളായി അനുഭവിക്കുന്ന പ്രശ്നമാണ്. നെല്ല് കൊയ്തു വെച്ചാൽ അത് എടുക്കാൻ മില്ലുടമകൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നെല്ല് കൃഷി ചെയ്തതിനൊപ്പം തന്നെ അത് സംരക്ഷിക്കേണ്ട ചുമതല കൂടി, അതിന്റെ കൂടി ചെലവ് കർഷകർ വഹിക്കേണ്ടി വരുന്നു. പിന്നീട് നെല്ലെടുക്കാൻ വരുന്ന മില്ലുടമകളാകട്ടെ ഈ നെല്ലിന്റെ പതിരും അതേപോലെ തന്നെ ഈർപ്പത്തിന്റെ ഒക്കെ പ്രശ്നം പറഞ്ഞ് അധിക കിഴിവ് ചോദിക്കും. അതുകൊണ്ട് തന്നെ 1 കിൻഡൽ നെല്ല് നൽകിയാൽ അതിന് 10-15 കിലോ അധികമായി നൽകേണ്ടി വരും. അങ്ങനെ കർഷകർക്ക് അധിക കിഴിവ് നെല്ല് നൽകിയതിനൊപ്പം തന്നെ ഈ നെല്ല് മില്ലുടമകളുടെ മില്ലിലേക്ക് കർഷകന്റെ കണ്ണീർ വീണാണ് ശരത്തിന്റെ തൊട്ടടുത്തുള്ള ആ നെൽക്കൂന നമ്മൾ കാണുന്നത്. ഇതുപോലെയാണ് എല്ലായിടങ്ങളിലും പ്രശ്നം നിൽക്കുന്നത്. നമുക്കിനി പോകേണ്ടത് നമ്മുടെ നെല്ലറയായ പാലക്കാട്ടേക്കാണ്. സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുകാരെ മാത്രമാണ് സർക്കാർ കേൾക്കുന്നതെന്നും കർഷകരുടെ അധ്വാനവും ദുരിതവും സർക്കാർ കാണുന്നില്ലെന്നുമാണ് പാലക്കാട്ടെ നെൽകർഷകർ പറയുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ 1 മാസമായിട്ടും സപ്ലൈകോ വഴി നെല്ല് സംഭരിക്കാത്തത് മില്ലുകാർക്ക് മാത്രമാണ് ഗുണം ചെയ്യുന്നതെന്നും കർഷകർ റിപ്പോർട്ടറിനോട് പറയുകയാണ്. ഇക്ബാൽ അറക്കൽ കർഷകരോട് സംസാരിക്കുന്നു. അതിലേക്ക്
പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും അധികം നെൽകർഷകരുള്ള മേഖലയിലാണ് ഞാനുള്ളത്. മാത്തൂർ ചെങ്ങന്നൂർക്കാവ് മേഖലയാണ് ഇത്. ഇവിടെ മുമ്പൊക്കെ കൃഷി എന്ന് പറയുമ്പോൾ സമൃദ്ധി എന്ന് പറയുന്ന ഒരു പര്യായം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മേഖലയിലൊന്നും വന്നിട്ട് കൃഷിയോ അല്ലെങ്കിൽ നെൽകൃഷിയോ എന്നൊന്നും പറയാൻ കഴിയുന്നില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ കർഷകരുള്ളത്. വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് മാറിയില്ല. ഇപ്പോൾ 30 രൂപ തുക വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ 30 രൂപ എന്ന് പറഞ്ഞാൽ ഒരു പ്രഹസനമായിട്ടേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കഴിഞ്ഞ 19-20 സാമ്പത്തിക വർഷം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ 8 രൂപ 80 പൈസയായിരുന്നു. അതിനുശേഷം വരുന്ന ഓരോ സാമ്പത്തിക വർഷവും സെൻട്രൽ ഗവൺമെന്റ് കൂട്ടുന്ന ആ പൈസകളൊക്കെ കുറച്ച് 5 രൂപ 20 പൈസയാക്കി കുറച്ചൊരു ഗവൺമെന്റാണ്. എന്നിട്ട് ഇപ്പോൾ 1 രൂപ 11 പൈസയാണ് ഈ ഗവൺമെന്റ് കൂട്ടിയിട്ടുള്ളത്. എന്നിട്ടും 8 രൂപ 80 പൈസ അവരുടെ കോൺട്രിബ്യൂഷൻ പഴയ റേറ്റിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഗവൺമെന്റ് പറയുന്നത് 1 രൂപ 11 പൈസയാണ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ അത് ഒരു വർധനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പറയുമ്പോഴേ മൊത്തത്തിൽ 30 രൂപ ഇല്ലേ എന്ന് പറയാം. ഉൽപ്പാദന ചെലവ് വളരെയേറെ കൂടുതലാണ്. സംഭരിച്ചു പോലും ഇല്ല. ഇപ്പൊ മാസങ്ങളായി കൊയ്ത് കഴിഞ്ഞ ആളുകളൊക്കെ വലിയ ദുരിതത്തിലാണ്. ഒരു മാസം അവർ കൊയ്തിട്ട് ഇപ്പോഴും തീരുമാനം മിനിഞ്ഞാന്നാണ് ഉറപ്പിക്കാൻ 30 രൂപ എടുക്കുന്നുള്ളത്. 24 മണിക്കൂറോളം നെല്ല് എടുക്കുന്നു പറഞ്ഞു. ഇപ്പോഴും ഇതുമായിട്ട് മില്ലുകാരുമായിട്ട് എഗ്രിമെന്റ് ആയിട്ടില്ല. ഇത് എപ്പോൾ എടുക്കുമ്പോണ്ട കാത്തിരിക്കുന്നത് നഷ്ടം തന്നെ. മൂന്നാമത്തെ പ്രാവശ്യം വണ്ടിക്കുട്ടിയാണ്. സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതിന് ഫണ്ട് കണ്ടില്ല എന്നാണ് ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു നിശ്ചിത സംഖ്യ ഒരു അക്കൗണ്ടിൽ മാറ്റിയിട്ട് സംഭരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് കൃഷിക്കാർക്ക് കൊടുക്കാൻ കഴിയും. സംഭരിച്ച ഉടൻ തന്നെ പൈസ കൊടുക്കാനുള്ള ഫണ്ട് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യം പറയേണ്ടത്, ഈ ഭൂമി തരം മാറ്റുമ്പോൾ ആ കിട്ടുന്ന പൈസ കാർഷിക പുരോഗതിക്ക് വിനിയോഗിക്കാവൂ എന്നൊരു ക്ലോസ് അതിനകത്തുണ്ട്. അപ്പോൾ ഈ 1600 ചില്ലാനും കോടി രൂപ സർക്കാർ കയ്യിലിരിക്കുമ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ഒരു തത്വത്തിലുള്ള ഒരു തീരുമാനം എടുത്താൽ ഇത് വളരെ സിമ്പിളായിട്ട് പരിഹരിക്കപ്പെടും. ഒരു സംശയം വേണ്ട. എന്തായാലും കർഷകരെല്ലാം സർക്കാരിന് മുമ്പിൽ വിവിധ രീതിയിലുള്ള മാർഗ്ഗങ്ങൾ വെക്കുന്നുണ്ട്. ആ മാർഗ്ഗങ്ങൾ ഒന്ന് ചർച്ച ചെയ്ത് പരിഹരിച്ച് എത്രയും പെട്ടെന്ന് നെല്ല് സംഭരണവും സംഭരിച്ച നെല്ലിന്റെ തുക വിതരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് കർഷകർ മുഴുവൻ ആവശ്യപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് മില്ലുകാരുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളെല്ലാം പരിഹരിച്ച് നെല്ലെടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പാലക്കാട് മാത്തൂരിലെ ഈ കർഷക കുടുംബങ്ങളെല്ലാം.